പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നോ? ഏപ്രിൽ മാസത്തിലെ 1-ാം തീയതിയിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. ഇപ്പോൾ ജനുവരി മാസം 1-ാം തീയതി ആരംഭിച്ചതുപോലെയുണ്ട്. 3 മാസം വളരെ വേഗം കടന്നുപോയി 4-ാമത്തെ മാസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മാസത്തിന്റെ വിശേഷത എന്താണെന്നറിയാമോ? യേശുവിനെ കുരിശിൽ തറച്ചതിനെയും ഉയിർത്തെഴുന്നേൽപ്പിന്റെയും ദിവസങ്ങൾ ഈ മാസത്തിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുരിശിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. യേശു കുരിശിൽ മരിച്ചതോടെ എല്ലാം അവസാനിച്ചില്ല. 3-ാമത്തെ ദിവസം ജീവനോടെ ഉയിർത്തെഴുന്നേറ്റു. മരിച്ചിട്ടും ജീവനോടെ ഇരിക്കുന്ന ഒരാൾ, അവൻ എന്നേക്കും ജീവനോടെ ഇരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ യേശു തന്റെ ശിഷ്യന്മാരെ കാണാനായി ചെല്ലുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് അവരോട് പറഞ്ഞു. പിന്നീട് യേശു നിങ്ങളെ നോക്കി നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. എന്റെ മകനെ, നിനക്ക് സമാധാനം. എന്റെ മകളെ, നിനക്ക് സമാധാനം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സമാധാനത്തിന് ഭംഗം ഏർപ്പെട്ടിരിക്കുന്നു. ശാശ്വതമായ പൂർണ്ണമായ സമാധാനമില്ല. സമാധാനമില്ലാതാക്കുന്ന ഏതോ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിനുള്ളിൽ കടന്നിരിക്കുന്നു. ഏതോ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം. ആ ഭയം കാരണം സമാധാനം ബാധിക്കപ്പെട്ടിരിക്കുന്നു. അത് ആവശ്യത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരിക്കാം, ജോലിസ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തുമുള്ള വിരോധങ്ങൾ, ദുഷ്ടരായ മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്ന പ്രശ്നങ്ങളാൽ ഭയമായിരിക്കും. ഏതോ ഒരു കാര്യം, അല്ലെങ്കിൽ ശരീരത്തിലൊരു വ്യാധി വന്നിരിക്കുന്നു, എന്താകുമോ എന്നുള്ള ഭയമായിരിക്കും. അത് നിങ്ങളുടെ സമാധാനത്തെ ബാധിച്ചിരിക്കുന്നു. ശിഷ്യന്മാരുടെ കാര്യം, അവർ യൂദന്മാരെ ഭയപ്പെട്ടതുകൊണ്ട് അവരുടെ ഉള്ളിൽ 3 വിധത്തിലുള്ള ഭയമുണ്ടായിരിക്കുന്നു. ഒന്നാമത്തേത് മനുഷ്യരെക്കുറിച്ചുള്ള ഭയം. യേശുവിനെപ്പോലും മതത്തലവന്മാര് കുരിശിൽ തറച്ചു കൊന്നു. നമ്മെ വിട്ടുകളയുമോ എന്നു മനുഷ്യരെക്കുറിച്ചുള്ള ഭയം. രണ്ടാമത്തേത് ഭാവിയെക്കുറിച്ചുള്ള ഭയം. 3.5 വർഷം യേശുവിന്റെ കൂടെയായിരുന്നു. എല്ലാത്തെയും വിട്ടിട്ട് വന്നു. കുടുംബത്തെ വിട്ടു, ജോലി വിട്ടു, തൊഴിൽ വിട്ടിട്ട് വന്നു. ഇനി എന്താണ് ചെയ്യുക? എങ്ങനെയാണ് ജീവിക്കുക? ഇതുവരെ യേശു ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എല്ലാം കൊടുത്തു. ഇപ്പോൾ യേശു മരിച്ചുവല്ലോ, ഇനി എന്താണ് ചെയ്യുക എന്ന് ഭാവിയെക്കുറിച്ചുള്ള ഒരു ഭയം. അടുത്തത് മരണഭയം. നമ്മെ വെറുതെ വിടുമോ? എങ്ങനെയാണ് ജീവിക്കുക? യെരുശലേം വിട്ട് പോകാൻ സാധിക്കുമോ? ഭയം, മരണഭയം. ഇങ്ങനെയുള്ള ഭയം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വാതിലടച്ച് വീട്ടിനകത്ത് തന്നെ ഇരുന്നു, പുറത്തു പോകാതെ. തോമസ് മാത്രമാണ് പുറത്തുപോയത്. അപ്പോൾ യേശു വന്ന് നടുവിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതായത് ഭയപ്പെടേണ്ട, ഞാൻ ജീവനോടെ ഇരിക്കുന്നു എന്ന്. യേശുവിനെ കണ്ടവര് സന്തോഷിച്ചു എന്ന് വേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ ഭയം, ആ ദുഃഖം സന്തോഷമായി മാറി. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഭയപ്പെടുത്തുന്നത്? യേശു അത് സന്തോഷമാക്കി മാറ്റാൻ പോകുന്നു. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം സന്തോഷമായി മാറും. നിങ്ങൾ ഭയപ്പെടുന്ന സ്ഥിതി സന്തോഷമായി മാറും. ഇന്ന് ആ അത്ഭുതം നടക്കാൻ പോകുന്നു. മനസ്സിലായോ? മരിച്ചു, ഞാൻ എന്നേക്കും ജീവനോടെ ഇരിക്കുന്നു എന്ന് യേശു നിങ്ങളെ നോക്കി പറയുന്നു. എന്റെ മകനെ, മകളെ, ഭയപ്പെടരുത്. ഞാൻ ജീവനോടെയുണ്ട്. മരണത്തെ ജയിച്ചു, ഉയിർത്തെഴുന്നേറ്റു, സാത്താനെ ജയിച്ചു. ഞാൻ ലോകത്തെ ജയിച്ചു. അതുകൊണ്ട് ഭയപ്പെടേണ്ട, നിനക്ക് ഞാൻ ജയം തരും എന്ന് പറയുന്നു. ധൈര്യത്തോടെ പറയൂ, ദൈവമേ, ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് അങ്ങുണ്ട്. എനിക്ക് സമാധാനം തരാൻ അങ്ങുണ്ട്. എനിക്ക് ജയം തരാൻ അങ്ങ് ജയം വരിച്ചു. ഞാൻ വിശ്വസിക്കുന്നു, ഭയപ്പെടുകയില്ല എന്ന് പറയൂ. ഒരു വലിയ സന്തോഷം മനസ്സിലുണ്ടാകും. ഹൃദയത്തിൽ കൈവച്ച് പറയുമോ, യേശുവേ, അങ്ങയുടെ വചനത്തിന് സ്തോത്രം പിതാവേ. ഞാൻ ഭയപ്പെടുകയില്ല, പേടിക്കയുമില്ല. എനിക്ക് സമാധാനം തന്നിരിക്കുന്നു. ഞാൻ ധൈര്യമായിരിക്കും. ഭയപ്പെടുന്ന എല്ലാ സ്ഥിതിയും മാറ്റിത്തന്നതിന് സ്തോത്രം. ഇന്നെന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. ഞാനത് നേടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ